ലോകത്ത് ഈ ഹൈന്ദവ സന്ദേശം വളരെ രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇസ്കോൺ. അമേരിക്കയിലും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം വലിയ രീതിയിലാണ് ഇത് വളർച്ച ഉണ്ടായിരിക്കുന്നത്. വിദേശികൾ ഉൾപ്പെടെ ഇപ്പോൾ ഹൈന്ദവ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ഈ ഇസ്കോൺ ഒരു കാരണമായിട്ടുണ്ട്. എന്തായാലും ബംഗ്ലാദേശിൽ ഇപ്പോൾ ഒരു കലാപങ്ങൾ മുൻപുണ്ടായിട്ടുണ്ടല്ലോ, കുറച്ച് അധികാര തർക്കവുമായി ബന്ധപ്പെട്ട് കലാപമുണ്ടായി. ആ സമയത്തും ഈ ജിഹാദി സംഘടനകൾ ലക്ഷ്യം വെച്ചിട്ടിരുന്നത് ഈ ഇസ്കോണെ ആയിരുന്നു. ഇപ്പോൾ അതിനെ നിരോധിക്കണമെന്നാണ് ഒരു കോടതിയെ സമീപിച്ചിട്ടുണ്ട് ചില സംഘടനകൾ. അതിൻ്റെ തുടർച്ച എന്താണ്? ഈ ഇസ്കോൺ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്, കൃഷ്ണ അവബോധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ഭക്തി പ്രസ്ഥാനമാണ് ഇസ്കോൺ. അതിൻ്റെ ചുരുക്കപ്പേരാണ് ഇസ്കോൺ എന്ന് പറയുന്നത്. അവർക്ക് എല്ലായിടത്തും അവരുടേതായിട്ടുള്ള ബ്രാഞ്ചസ് ഉണ്ട്. ഒരു പ്രത്യേകതരം ചിട്ടവട്ടങ്ങളോടുകൂടി ജീവിക്കുന്ന, ഭഗവാൻ ശ്രീകൃഷ്ണനെ പരമപിതാവായി കാണുന്ന, പരമദിവ്യോത്തമ പുരുഷനായി കാണുന്ന ഒരു പ്രസ്ഥാനമാണ് ഇസ്കോൺ എന്ന്. വളരെ രസമാണ് അവരുടെ ചിട്ടവട്ടങ്ങളും അവരുടെ ജീവിത രീതിയുമൊക്കെ. വളരെ സാധുക്കളാണ്, സാത്വികരാണ്. ഭഗവാൻ കൃഷ്ണനിൽ അവരുടെ ജീവിതം മുഴുവൻ അർപ്പിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇസ്കോൺ പ്രസ്ഥാനത്തിലുള്ളത്. ഹിന്ദുക്കൾ തന്നെയാണ്, അല്ലാതെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സംഭവമല്ല. ഇസ്കോൺ സ്ഥാപിച്ചത് സ്വാമി പ്രഭുപാദറാണ്. പ്രഭുപാദറുടെ ഭഗവത്ഗീത ലോകത്ത് ഒരുപാട് ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഭഗവത്ഗീത ലോകത്തുണ്ടാക്കിയ വിപ്ലവം എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല. ആ ഭഗവത്ഗീത ഞാൻ വായിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഭഗവത്ഗീതകളുടെ കോപ്പികളൊന്ന് പ്രഭുപാദൻ്റെ ഭഗവത്ഗീതയാണ്. എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഭഗവത്ഗീതയാണ്. എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീത എന്താണ് എന്ന് ഒരാൾക്ക് ഒരു ബേസിക് ആമുഖം വേണമെങ്കിൽ ഇസ്കോണിൻ്റെ ഭഗവത്ഗീത വായിക്കണം. കാരണം വളരെ സിമ്പിളാണ്, അതിലെ വാക്കുകളൊക്കെ വളരെ ലൈറ്റാണ്. ഒരു ഭക്തിയിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു ഭക്തന് അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും എന്താണ്. വളരെ ലൈറ്റായിട്ട് പുള്ളി അതിൽ വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഭഗവാന്റെ വ്യാഖ്യാനങ്ങൾ. ഇവരുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇസ്കോണിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഭക്തിയിലൂടെയാണ് ഈ കാലഘട്ടത്തിൽ ഭഗവാനെ ആരാധിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇവരുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇത് കലിയുഗമാണ്. ഇത് കലിയുഗമായതുകൊണ്ട് തന്നെ ഈ കലിയുഗത്തിൽ ഭഗവാനിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അത് ഭക്തി മാർഗം, ഭക്തിയോഗം എന്നൊക്കെ പറയുന്നത്, ഭക്തിയോഗത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പം നമുക്ക് ഈശ്വരനിലേക്ക് എത്തണമെങ്കിൽ, ഈശ്വരനിലേക്ക് നമുക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കണമെങ്കിൽ പല രീതിയിലുള്ള മാർഗങ്ങളുണ്ട് ഈശ്വരനിലേക്ക് എത്താനായിട്ട്. അങ്ങനെയുള്ള മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ രാജയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, അങ്ങനെ പല പല യോഗങ്ങളുണ്ട്. അപ്പോൾ ഈ ജ്ഞാനം കൊണ്ട് ഈശ്വരനെ പ്രാപ്തമാക്കാം, രാജയോഗം കൊണ്ട് ഈശ്വരനെ പ്രാപ്തമാക്കാം. അതിൻ്റെയൊക്കെ ഭാഗമാണ് ഈ യോഗ എന്നൊക്കെ പറയുന്നത്. അറിയാലോ, യോഗ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന ഈ ആസനങ്ങൾ മാത്രമല്ല യോഗ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ശവാസനമായിട്ട് നിനക്ക് ഓർമ്മ വരുന്നത് എനിക്കറിയാം, കാരണം ചുമ്മാ കിടക്കല്ല. അത് ജസ്റ്റ് ഈ യോഗ ആസനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അതായത് ശരീരത്തിന് അങ്ങേയറ്റം അധ്വാനം കിട്ടുന്ന, ഒരു ശരീരത്തിന് ഒരു ഉണർവ് കിട്ടുന്നതിന് വേണ്ടി അതിലൊരു ചെറിയ പാർട്ട് എടുത്തിട്ട്, ആക്ച്വലി യോഗ എന്ന് പറഞ്ഞാൽ 8 തിരിച്ചിട്ടുണ്ട്. യമം, നിയമം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൻ്റെ 4ാമത്തെ പോർഷനിലാണ് ആസനം വരുന്നത്. അത് കഴിഞ്ഞ് പ്രാണായാമം വരുന്നുണ്ട്, അത് കഴിഞ്ഞ് ധ്യാനം വരുന്നുണ്ട്. ഏറ്റവും അവസാനമാണ് സമാധി എന്ന് പറയുന്ന സ്റ്റേറ്റിലെത്തുന്നത്. ഈ സമാധി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നമ്മൾ എത്തുമ്പോഴാണ് നമ്മൾ അവധൂതാവസ്ഥയിൽ എത്തുന്നതെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ ഭഗവാന്റെ അല്ലെങ്കിൽ ആ ഒരു പരമചൈതന്യത്തിൻ്റെ, പരമാത്മാവിൻ്റെ ഉണർവ് വരണമെങ്കിൽ, മനസ്സിലായില്ലേ, നമ്മുടെ ശരീരം ശുദ്ധിയായിരിക്കണ്ടേ. ഇപ്പോൾ യമം, നിയമം എന്നൊക്കെ പറയുന്നത് നമ്മുടെ മൈൻഡിനെ ക്ലിയർ ചെയ്യാനുള്ള ഓരോ പ്രൊസീജിയേഴ്സാണ്. അസൂയ, വിദ്വേഷം, അന്യമത വിദ്വേഷം, പിന്നെ മറ്റുള്ള ആൾക്കാരോടുള്ള നമുക്ക് തോന്നുന്ന ആ ഒരു ശത്രുത, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന്, അത് ചിലപ്പോൾ ഒരു ജന്മം കൊണ്ടൊന്നും സാധിക്കണമെന്നില്ല, അത് പല 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 രീതിയിൽ അത് അഭ്യസിച്ച ശേഷമാണ് ആസനത്തിലേക്ക് എത്തുന്നത്. ആസനം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശരീരത്തിന്, ഇപ്പോൾ അതായത് ശ്രീജിത്തിൻ്റെ വീട്ടിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരണമെങ്കിൽ എങ്ങനെയായിരിക്കും ശ്രീജിത്തിൻ്റെ വീടിരിക്കേണ്ടത്? എങ്ങനെയായിരിക്കും? അതായത് മോദി ആ വീട്ടിലേക്ക് എത്തുന്നു എന്ന് അറിഞ്ഞാൽ തന്നെ ശ്രീജിത്തിൻ്റെ വീടിൻ്റെ ലെവൽ മാറി, ആ ഏരിയയുടെ തന്നെ ലെവൽ മാറി, ഇല്ലേ? പിന്നെ റോഡ് ടാറിടുന്നു, അവിടുത്തെ കൗൺസിലർ ആരാണെന്നൊന്നും ആരും നോക്കത്തില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി വരികയാണ് ഇയാളുടെ വീട്ടിൽ. പിന്നെ ശ്രീജിത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കൾ വീട്ടിലേക്ക് വരുന്നു, വലിയ ബഹളമായി. അതായി മോദി വന്നിരിക്കുമ്പോൾ എന്താ ഭക്ഷണം കഴിക്കാൻ കൊടുക്കുക, എന്താ ഇതാണ് അതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതായത് മോദി വേണ്ട, ഒരു അതിഥി,
ഒരു വലിയൊരു അതിഥി വരികയാണെന്ന് വയ്ക്കുക. അപ്പോൾ അങ്ങനെ വലിയൊരു പ്രോസസ്സ് അവിടെ നടക്കും. അതുപോലെ നമ്മുടെ മനസ്സിൽ ഈശ്വരൻ എന്ന് പറഞ്ഞൊരു അതിഥി വരണമെങ്കിൽ നമ്മുടെ മനസ്സ് എത്രത്തോളം നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം, ഇല്ലേ? അങ്ങനെ മാത്രം സൂക്ഷിച്ചാൽ പോരാ, അതിനെ ഉൾക്കൊള്ളാൻ താങ്ങാനുള്ളൊരു കരുത്ത് നമ്മുടെ ശരീരത്തിന് വേണം. അത് താങ്ങാനുള്ള കരുത്തിനാണ് ഈ ആസനങ്ങളൊക്കെ നമ്മൾ അഭ്യസിക്കുന്നത്. ആസനങ്ങളൊക്കെ അങ്ങനെ അഭ്യസിക്കുമ്പോൾ അത് താങ്ങാനുള്ളത്. അത് കഴിഞ്ഞ് പ്രാണായാമമുണ്ട്. അതായത് ഈ പ്രാണൻ എന്ന് പറയുന്ന അതുവഴിയുള്ള ബ്രത്ത് കൺട്രോളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തും അതിലേക്ക് എത്താം. പക്ഷേ ഇസ്കോൺ എന്ന് പറയുന്നത് ഭഗവാനോടുള്ള അചഞ്ചലമായിട്ടുള്ള ഭക്തിയാണ്. ഭഗവാനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും നമ്മളെ ഭഗവാന്റെ മുമ്പിലേക്ക് അങ്ങോട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ്. ഭഗവാന്റെ മുമ്പിൽ നമ്മളെ സമർപ്പിച്ച് ഭഗവാന് വേണ്ടി മാനവ സേവ, മാധവ സേവ. ഈ ഭക്തി എന്ന് കേൾക്കുമ്പോൾ ശ്രീത്ത് വിചാരിക്കും ഹരേ രാമ ഹരേ കൃഷ്ണ അതൊന്നുമല്ല. അവരുടെ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം ചെയ്യുക, മറ്റുള്ള ജനങ്ങളെ സേവിക്കുക, ഇതാണ് ഭക്തി എന്ന് പറയുന്നത്. അല്ലാതെ ഭഗവാന്റെ ഫ്രണ്ടിൽ ചെന്ന് പൂജിക്കുക എന്നുള്ളതല്ല. കൃത്യമായിട്ട് എഴുന്നേൽക്കുക, നമ്മുടെ കർത്തവ്യം കൃത്യമായിട്ട് ചെയ്യുക. ഭഗവാൻ എവിടെയാണ് ഇരിക്കുന്നത്? മനസ്സിലാണ് ഇരിക്കുന്നത് നമ്മുടെ, ഇല്ലേ? അപ്പം നമ്മൾ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുക, ചെയ്യുന്ന പ്രവർത്തികൾ വൃത്തിയായിരിക്കുക, അതിലൊരു നന്മ ഉണ്ടായിരിക്കുക, നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. വളരെ പാടുള്ളൊരു കാര്യമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ചതി, വഞ്ചന, കളവ് ഇതൊന്നും ഉണ്ടാവാതിരിക്കുക. ജീവിതത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിലൊരു ശുദ്ധി പുലർത്തുക. അങ്ങനെ കൊണ്ട് നോൺ വെജ് ഒന്നും അവർ കഴിക്കാറില്ല. അങ്ങനെ ശുദ്ധി പുലർത്തുക. അങ്ങനെ വളരെ വളരെ ഇതായിട്ട് അവർ ജോലിക്ക് പോകും. രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം വന്നിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ആചരിക്കുന്നത്. രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇസ്കോണിലുള്ള ഭക്തരൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു സംഘടനയാണ് ഇസ്കോൺ എന്ന് പറയുന്നത്. ഈ ഭഗവത്ഗീത പുറത്തിറങ്ങി റഷ്യയിൽ ഈ ഭഗവത്ഗീത ഉണ്ടാക്കിയ ഒരു ചലനമുണ്ടല്ലോ ശ്രീധരൻ, ഭയങ്കരമാണ്. റഷ്യയിൽ അവിടെ നമുക്കറിയാം ഇപ്പോൾ പല രാജ്യങ്ങളും ക്രിസ്ത്യൻ രാജ്യങ്ങളാണ് കൂടുതലും, മതമില്ലാത്ത രാജ്യങ്ങളായി മാറുന്നുണ്ട്. അവിടുത്തെ പള്ളികളൊക്കെ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. റഷ്യയിലേക്ക് ഇസ്കോൺ ഭഗവത്ഗീത സ്റ്റെപ്പിൻ ചെയ്തപ്പോൾ വലിയ വിപ്ലവം ഉണ്ടായി. അവിടെയുള്ള ക്രിസ്ത്യാനികളെല്ലാം പള്ളികൾ ഉപേക്ഷിച്ച് ഈ ഭഗവത്ഗീത വായിച്ച് ഇങ്ങോട്ടേക്ക് ചേക്കേറാൻ തുടങ്ങി. ആരും നിർബന്ധിച്ചിട്ടില്ല, ആരും കഴുത്തിൽ കത്തിവെച്ചിട്ടില്ല, ആരും തോക്കിൻ്റെ മുന്നിൽ നിർത്തിയിട്ടില്ല. അവരല്ലാതെ വന്ന് ചേരുന്ന ഒരു സാഹചര്യമാണ് കാണാനായിട്ട് സാധിച്ചത്. അങ്ങനെ ഈ പ്രസ്ഥാനം വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും. അപ്പോൾ പാരീസിലൊക്കെ എനിക്ക് ഇസ്കോണിൻ്റെ സുഹൃത്തുക്കളുണ്ട്. അവിടെയുള്ള ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് ഒരിക്കൽ പറഞ്ഞത്, ഞങ്ങളുടെ കയ്യിൽ ഒരു വാർത്തയുണ്ട്, സാറിന് കൊടുക്കാമോ? ഞാൻ പറഞ്ഞത് എന്താണ്? ഇവിടെ ഒരു മുസ്ലിം ആയിട്ടുള്ളൊരു യുവാവുണ്ട്. ആ യുവാവ് ഇസ്കോണിൻ്റെ ഭക്തനായി മാറി. ഭഗവത്ഗീത വായിച്ച് ഒരു ബ്രെയിൻ വാഷും ഇല്ല, ഭഗവത്ഗീത വായിച്ച് ഭക്തനായി മാറി. അയാൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് അയാളുടെ വീട്ടിലുള്ള വീട്ടുകാർ അയാളെ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കൊടുക്കാൻ ഡീറ്റെയിൽസ് തരൂ. ഡീറ്റെയിൽസ് ഇല്ല സാർ. ഞാൻ പറഞ്ഞു, അതില്ലാതെ നമ്മൾ എങ്ങനെ കൊടുക്കുക? സാർ ഞങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളത് ഇസ്കോൺ ഒരു ഇതിന് പോകുന്നില്ല. അവരത്ര സാധുക്കളാണ്. ഒരു ക്ലാഷിന് ഞങ്ങൾ പോകുന്നില്ല. ഇവിടെയുള്ള സർക്കാരും ഞങ്ങൾ ഉപദ്രവിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുന്നതെന്ന് പറയും. അതായത് ഇസ്കോൺ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ പല രാജ്യങ്ങളിലും, യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ വലിയ സ്വാധീനം. എന്തിനു പറയുന്നു? ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇസ്കോൺ ഉണ്ടാക്കുന്ന സ്വാധീനം ഉണ്ടല്ലോ. പരമദരിദ്ര രാജ്യങ്ങളാണ് ആഫ്രിക്കൻ രാജ്യങ്ങൾ. അവിടെ ഇസ്കോൺ ഉണ്ടാക്കുന്ന സ്വാധീനമുണ്ട്. അതൊക്കെ അതിഭീകരമാണ്. ഗ്രാജ്വലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഇസ്കോൺ ബംഗ്ലാദേശിൽ നിരന്തരം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ നിരന്തരം ഇസ്കോൺ ആക്രമിക്കും. ഇസ്കോണിന് അവിടെ യാതൊരുവിധ പ്രവർത്തനം, മതമൗലികവാദികളുടെ അഴിഞ്ഞാട്ടം. ഇസ്കോണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വായിൽ കോലിട്ട് കുത്തിയാൽ ഇവരൊന്നും മിണ്ടില്ല, കടിക്കില്ല തിരിച്ച്. അങ്ങനത്തെ ആൾക്കാരാണ്. നമുക്കൊക്കെ ചെറിയൊരു വിഷയം മതി, ഇവരത്ര പരമസാധുക്കളാണ്. അങ്ങനെ മിണ്ടാത്ത ആൾക്കാരാണ് ഇസ്കോണിൻ്റെ ടീമെന്ന് പറയുന്നത്. അവർ വായിൽ കോലിട്ട് കുത്തിയാൽ തിരിച്ചൊന്നും പറയാത്ത ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാർ അവിടെ ഇസ്കോണിൻ്റെ ആത്മീയാചാര്യൻ ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ്. കോടതി ജാമ്യം കൊടുത്തില്ല. മതമൗലികവാദ കോടതി ജാമ്യം കൊടുത്തില്ല. തെരുവിലിറങ്ങി ഹിന്ദുക്കൾ തെരുവിലിറങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കൂ, വായിൽ കോലിട്ട് കടിക്കാത്ത ആൾക്കാർ പോലും തെരുവിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തോരം പീഡനം അവരിവിടെ സഹിക്കുന്നുണ്ടായിരിക്കും. അത് വലിയ വാർത്തയായി. ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ വലിയ വാർത്തയാണ് ഇസ്കോണിൻ്റെ ഈ വിഷയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ത്യ പറയുന്നു, ഇത് ശരിയല്ല, ഞങ്ങളിതിനെ ശക്തമായിട്ട് അപലപിക്കുന്നു. നിങ്ങളുടേതായിട്ടുള്ള അച്ചടക്കം പാലിക്കണം എന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. ശക്തമായിട്ടുള്ള താക്കീതാണ്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കാം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇസ്കോണേ പറ്റില്ല ബംഗ്ലാദേശിൽ, അത് മൊത്തത്തിൽ നിരോധിക്കണം എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. ഒരു അഭിഭാഷകൻ ധാക്ക ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിരിക്കുകയാണ്. ചിലപ്പം ധാക്ക ഹൈക്കോടതി നിരോധിച്ചോളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. മനസ്സിലായില്ലേ? ഇപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എന്നോട് നമ്മുടെ
ഒരു സന്യാസി വര്യൻ പറഞ്ഞതാണ്, ഏതോ ഒരു നിമിഷത്തിൽ വച്ച് ഹൈന്ദവർക്ക്, അതായത് ഹിന്ദുക്കൾക്ക് അവരുടെ ക്ഷാത്രവീര്യം അടിയറവ് വെക്കേണ്ടി വന്നു. എവിടെയായിരുന്നാലും ഈ ക്ഷാത്രവീര്യം എന്ന് കേൾക്കുമ്പോൾ മാറ്റി പറയുമ്പോൾ ജാതി പറയണം, അങ്ങനെയൊന്നുമല്ല. എല്ലാവർക്കുള്ളിലും ഉണ്ട് ഇത്. നമ്മൾ പൂജിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിലെല്ലാം ഇരിക്കുന്നത് എന്താണ്? ആയുധങ്ങളാണ് ഇരിക്കുന്നത്. ആയുധങ്ങൾ. സുദർശന ചക്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ വിറപ്പിക്കാൻ ഭഗവാന്റെ കയ്യിൽ ഭഗവാൻ വെച്ചിരുന്നതാണ്. ഭഗവാൻ പരമേശ്വരൻ്റെ കയ്യിലിരിക്കുന്ന തൃശൂലത്തെ വെല്ലാനായിട്ട്, അത്രയും ശക്തിയുള്ള തൃശൂലത്തെ വെല്ലാനായിട്ട് ലോകത്തൊരായുധവും പിറന്നിട്ടില്ലെന്നാണ് പറയുന്നത്. ആ തൃശൂലത്തിലൂടെയാണ് ഭഗവാൻ എന്താണ് ഈ 14 ലോകങ്ങളും ത്രിഗുണങ്ങളിലൂടെ ഭരിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുന്നു. ഭഗവതി ദുർഗയുടെ കയ്യിലിരിക്കുന്നത് എന്താണ്? വാളും പരിചയമൊക്കെയാണ്. നമ്മളെന്ത് ചെയ്യും? ഇതിനെ തൊട്ട് തൊഴുതിട്ട് അങ്ങ് വരും. അത് ഞാൻ മനസ്സിലാക്കുന്നത്, എന്നോട് ഒരാൾ പറഞ്ഞതാണ്, ഏതോ ഒരു നിമിഷത്തിൽ ബൗദ്ധം ഒരുപാട് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നു എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മനസ്സിലല്ലേ? ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്. മനസ്സിലല്ലേ? സന്തോഷം, എന്ത് ചെയ്താലും സന്തോഷം, അങ്ങനെയല്ല എന്ന് ഇപ്പോൾ ബംഗ്ലാദേശ് പഠിപ്പിക്കുകയാണ് നമ്മളെ. അങ്ങനെയല്ല, അല്ലെങ്കിൽ മറ്റൊരു പാകിസ്ഥാനായി മാറുമെന്ന് വേറൊരു ഇപ്പോൾ ചിന്മയാനന്ദ, നമ്മുടെ ചിദാനന്ദപുരി ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ചിദാനന്ദപുരിയോട് ചോദിച്ചാണ്, നിങ്ങൾ എന്തിനാണ് ഹൈന്ദവരുടെ കാര്യങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് ബാക്കിയുള്ളവരുടെ കാര്യം കൂടെ പറഞ്ഞൂടെ? അപ്പോൾ ചിദാനന്ദപുരി കൊടുത്തൊരു മറുപടിയുണ്ട്, ഞാൻ ഹൈന്ദവരുടെ കാര്യം പറയുന്നത് ഈ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയാൻ അവരിവിടെ ഉണ്ടാവണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അവരെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഇസ്കോൺ അവിടെ വലിയ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്കോൺ അവിടെ അത് മറ്റൊരു തരത്തിൽ പറയും, ഇന്ത്യയിൽ മതേതരത്വം വേണമെങ്കിൽ ഇവിടെ ഹിന്ദു എന്നുള്ളത് വേറൊരു വലിയൊരു വിഷയമായിട്ട് ഉയർത്തിക്കാട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ രീതിയിൽ ഇസ്കോൺ അവിടെ ആക്രമിക്കപ്പെടുന്നുണ്ട്. അത് ഇസ്കോൺ അവിടെ മാത്രമല്ല, പല രാജ്യങ്ങളിലും പല രാജ്യക്കാർക്കും ഇഷ്ടമല്ല ഇവരതിന് അവിടെ പോയിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇവരവിടെ ആൾക്കാരെ കഥകിൽ മുട്ടുന്നില്ല, കഴുത്തിൽ കത്തി വയ്ക്കുന്നില്ല, എല്ലായിടത്തും ഉണ്ട്. പാരീസിലടക്കം ഇവർക്ക് എന്താണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അടക്കം ചില മോശം സമീപനങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യങ്ങളായിട്ട് അവരുടെ വിശ്വാസികളെ ഇങ്ങോട്ട് അവരാകർഷിച്ച് അവർ വരികയാണെങ്കിൽ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? അവർ വരുന്നതല്ലേ. ശ്രീജിത്ത് ഒരു മതം ഇഷ്ടപ്പെടുന്നുണ്ട്, ശ്രീജിത്ത് അത് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ശ്രീജിത്തിനെ തോക്ക് ചൂണ്ടിയിട്ട് നീ എൻ്റെ മതത്തിൽ തന്നെ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റ്. മറിച്ച് ബുദ്ധിയും ബോധവും വിവരവും വിവേകവും ഉള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു പ്രസ്ഥാനം തിരഞ്ഞെടുത്ത് പോകുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളൊരു ചോദ്യം അവിടെ വളരെ വലിയ ചോദ്യങ്ങളായി നിലനിൽക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ഇസ്കോണിനെ തകർക്കാനായിട്ട് വളരെ വലിയ ഇതൊക്കെ നടക്കുന്നുണ്ട്, വളരെ വലിയ നീക്കങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. പ്രഭുപാദരുടെ പ്രഭാഷണങ്ങൾ പലതും കേട്ടാൽ നമുക്ക് മനസ്സിലാവും, അദ്ദേഹം നല്ല കെൽപ്പുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം പറയുന്നത് ഹിന്ദുവിൻ്റെ പുരോഗതിയും പുരോഗമനത്തെയൊക്കെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. വളരെ വിഷണറി ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അറബിക്കിൽ പോലും ഇസ്കോണിൻ്റെ ഭഗവത്ഗീത ട്രാൻസ്ലേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അറബിക്കിലുണ്ട്, ഉറുദുവിലുണ്ട്, റഷ്യനിലുണ്ട്, സ്പാനിഷിലുണ്ട്. അങ്ങനെ അവിടെ എല്ലാം ഇവർക്ക് പ്രസ്ഥാനങ്ങളുണ്ട്, അവിടെ എല്ലാം ഇവർക്ക് ഡിവോട്ടീസ് ഉണ്ട്. അതിഭീകരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിനാണ് ബംഗ്ലാദേശ് ഇപ്പോൾ മൂക്ക് കയറിടാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഈ അവിടുത്തെ കോടതിയുടെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ പറയും നിരോധിച്ചോളൂ എന്ന് പറയാനുള്ള യാതൊരു സാധ്യതയുള്ളൂ. എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ തുറന്നു വിടും. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. ജമാഅത്തെ ഇസ്ലാമി സമാധാനത്തിൻ്റെ മതമാണിത്. അങ്ങനെ തുറന്നു വിടും. എന്തായിരുന്നാലും നമുക്കിത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് അർഹമായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് ഏത് രീതിയിലോട്ട് ചലിക്കുമെന്ന് നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.